പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊന്നുമണിയുടെ കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി അക്ഷരയും നിരഞ്ജനും ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് കാഞ്ചന ജയശങ്കറിന്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, പൊന്നാങ്ങളയുടെ വാക്കുകൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ മകളും മരുമകനും കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും അക്ഷരയും നിരഞ്ജനും പോവാൻ വേണ്ടി ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ ജയശങ്കർ ചോദിക്കുകയാണ്, അല്ല, എൻ്റെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാതെ നിങ്ങൾ ഈ കല്യാണം ഉറപ്പിക്കാൻ തന്നെയാണോ തീരുമാനിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നിരഞ്ജൻ പറയണ, സാറിന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാഞ്ഞിട്ടല്ല, പൊന്നുമണിയുടെ കാര്യത്തിൽ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, അതുകൊണ്ടാണ്. ഒരു കുടുംബം പോലെ കഴിഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ ജയശങ്കർ പറയാണ്, ഒരു കുടുംബം പോലെ കഴിഞ്ഞ് സ്വന്തം കൂടപ്പറപ്പിനെ പോലെ കരുതിയിട്ടാണോ നീ അവളെ ഒരു കള്ളനും ഒരു ജയിൽ പുള്ളിക്കുമൊക്കെ പിടിച്ചു കൊടുക്കുന്നത്? ഇത് ശരിയല്ല. അങ്ങനെ നീ അവളെ കരുതുന്നുണ്ടെങ്കിൽ നീ ഒരു നല്ല പയ്യനെ കണ്ടെത്തി അവളുടെ വിവാഹം നടത്തി കൊടുക്കുകയാണ് വേണ്ടത്. അക്ഷര പറയാണ്, എന്താ ഡാഡി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്നെ കുറിച്ച് ഡാഡിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. എനിക്കിങ്ങനെ മാറാൻ കഴിയുമെങ്കിൽ പരുന്തിന് എന്താണ് ഒരു കുഴപ്പമുള്ളത്? പരുന്തിന്റെ സ്വഭാവവും മാറുമെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പരുന്തും പൊന്നുമണിയും സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ജീവിക്കുമെന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ടാണ് അവരുടെ വിവാഹം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത്. അവനിപ്പോ അന്തസ്സായി ഓട്ടോ ഓടിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ ജയശങ്കറിന് തന്നെ ഒരു പുച്ഛം തോന്നുകയാണ്. അപ്പോൾ നിരഞ്ജൻ പറയണം, വഴിതെറ്റിപ്പോയ രണ്ടുപേർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അത് നേർവഴിയായിക്കൂടാ എന്നില്ലല്ലോ. കാഞ്ചന പറയണ, അത് ശരിയാണ്, പക്ഷേ പരുന്തൊക്കെ ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടി ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനൊക്കെ ജയിൽ പുള്ളിയായി കഴിഞ്ഞതല്ലേ. അവനൊക്കെ വിയർപ്പിന്റെ അസുഖമുണ്ടാവും. മുതുമൂടിയൊക്കെ കഴിയുമ്പോൾ പരുന്ത് വീണ്ടും ജയിലിലേക്ക് തന്നെ പോവും. അപ്പൊ പിന്നെ പൊന്നുമണി വീണ്ടും വഴിയാധാരമാവും എന്ന് പറയട്ടോ. അപ്പോൾ അക്ഷര അങ്ങ് ദേഷ്യപ്പെടുകയാണ്, അപ്പച്ചി ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? മണിയും പരുന്തും സന്തോഷത്തോടു കൂടി ജീവിക്കുക തന്നെ ചെയ്യും. വെറുതെ നിങ്ങൾ ആരും ഇതിൽ ഇടപെടേണ്ട. നിങ്ങൾക്കാർക്കും ഒരു ശല്യമായിട്ട് അവരിങ്ങോട്ട് വരില്ല, അതുപോലെ എന്ന് ചോദിക്കാട്ടോ. അവർക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ജയശങ്കർ പറയാണ്, അവർക്ക് ജീവിതം ഉണ്ടാക്കി കൊടുത്ത് അവസാനം നിങ്ങൾ പെരുവഴിയാവാതിരുന്നാൽ മതി. അങ്ങനെ അവർ പോയി കഴിഞ്ഞ ശേഷം സ്വാമി ജയശങ്കറിനോട് പറയാണ്, ഇവരിപ്പോൾ അറിഞ്ഞുകൊണ്ട് അപകടത്തിലേക്കാണല്ലോ പോകുന്നത് എന്ന് പറയട്ടോ. സാറിന്റെ വാക്കുപോലും അവർ ധിക്കരിക്കുകയാണല്ലോ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജയശങ്കർ പറയണേ, ആദ്യമേ നിരഞ്ജൻ അങ്ങനെയാണ്, മുന്നും പിന്നും നോക്കാതെ ഓരോന്നിലും എടുത്തു ചാടും. പക്ഷെ അക്ഷര അങ്ങനെ ആയിരുന്നില്ല. അക്ഷര എങ്ങനെയാണാവോ ഇങ്ങനെ മാറിയത് എന്നൊക്കെ പറയട്ടോ. കണ്ടറിയാത്തവർ കൊണ്ടറിഞ്ഞോളും. നമുക്കിപ്പോൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ക്ലിനിക്ക് തുടങ്ങുക എന്നുള്ളത്. അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് സ്വാമി മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറയണം. ഇത് മനോഹരൻ നിത്യയെ നോക്കാൻ വേണ്ടി ഒരു ഹോം നേഴ്സുമായിട്ട് വീട്ടിലേക്ക് എത്തുകയാണ്. എന്നിട്ട് മനോഹരൻ ദേവികയെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കേട്ടോ. എനിക്ക് 2 മക്കളാണുള്ളത്, 2 പെൺമക്കളാണുള്ളത് എന്ന് പറയട്ടോ. അങ്ങനെ ഹോം നേഴ്സ് സാറേ എന്ന് മനോഹരനെ വിളിക്കുമ്പോൾ, എന്നെ അങ്ങനെയൊന്നും വിളിക്കണ്ട, എന്നെ അച്ഛ എന്ന് തന്നെ വിളിച്ചാൽ മതി. ദേവിക, ഇതാണ് നമ്മുടെ നിത്യയെ നോക്കാമെന്ന പുതിയ ഹോം നേഴ്സ്, മിലിൻ എന്നാണ് പേര്. ദേവികയും മനോഹരും മിലിനുമായിട്ട് അകത്തേക്ക് കയറുന്ന സമയത്താണ് ശരത്തും പാർവതി മുത്തശ്ശിയും അവിടേക്ക് വരുന്നത്. എന്നിട്ട് മുത്തശ്ശി മിലിനെ അങ്ങനെ ചുറ്റും അങ്ങ് നടന്നു നോക്കുക കേട്ടോ. അപ്പോൾ മനോഹരൻ ചോദിക്കുക, എന്താ അമ്മ ഇങ്ങനെ മിലിനെ ഇങ്ങനെ ചുറ്റി നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല, ഇപ്പോൾ പത്രത്തിൽ ഓരോ ന്യൂസുകൾ കാണുന്നതാണ്. വീട്ടിൽ ജോലിക്ക് വന്ന ഹോം നേഴ്സ് വീട്ടുകാരെ മയക്കി കിടത്തി അവിടെയുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തോണ്ട് പോയി എന്നുള്ളത്, അതുകൊണ്ട് നോക്കിയതാണ്. ഇപ്പോൾ മനോഹരൻ പറയണേ, അത് അമ്മയുടെ അനിയത്തി ഇപ്പോൾ കാക്കനാട്ട് ജയിലിൽ കിടക്കുന്നുണ്ട്, കൂടെ ആ ബ്രഹ്മശ്രീയും ഉണ്ട്. ദേ മനോഹര, വന്നു കയറിയ കൊച്ചിന്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ, വന്നു കയറിയ കൊച്ചിന്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ നല്ല മറുപടിയും കിട്ടും എന്ന് മനോഹരും പറയട്ടോ. അപ്പോൾ ശരത്ത് സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, ഞാനാണ് ശരത്ത് എന്ന് പറയുമ്പോൾ, വരുന്ന വഴിയിൽ അച്ഛൻ നിറയെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ മനോഹരൻ കളിയാക്കിയിട്ട് പറയണേ, ഇതാണ് ശരത്ത്, കേട്ടതിനേക്കാളും വലിയ സത്യമാണ്, കൊച്ചിന് വഴിയെ മനസ്സിലായിക്കോളും എന്ന് പറയട്ടോ. അപ്പോൾ ശരത്തിന് ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് തലയും താഴ്ത്തി നിൽക്കുകയാണ്. എന്നിട്ട് പാർവതിയോട് പറയണേ, ഈ കുട്ടിക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ, വേണ്ട അച്ഛാ, എനിക്കിപ്പോൾ ഒന്നും വേണ്ട, എനിക്ക് നിത്യമോളെ ഒന്ന് കാണുകയാണ് വേണ്ടത്. എന്നിട്ട് നിത്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ, നിത്യമോളെ, ഞാൻ മിലിൻ, എന്നെ ദേവിക ചേച്ചിയെ കാണുന്നത് പോലെ കണ്ടാൽ മതി. 1-2 ആഴ്ച മാത്രമാണ് ഞാൻ മുറിയിൽ ഇങ്ങനെ നിൽക്കുകയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ എൻ്റെ കൈ പിടിച്ച് മുറ്റത്തുകൂടെ ഒക്കെ നടക്കണം എന്ന് പറയട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ പാർവതിക്കും മനോഹരനും ദേവികക്കൊക്കെ നല്ല വിഷമാവാൻ കേട്ടോ. അപ്പോൾ ആ സമയത്ത് നിത്യയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നുണ്ട്. എന്നിട്ട് മിലിൻ നിത്യയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ. അപ്പോൾ പാർവതിയും ഒപ്പം ഉണ്ടാവും. എന്നിട്ട് പാർവതിയോട് പറയണേ, അമ്മേ, ഞാൻ എന്ത് സഹായം വേണമെങ്കിലും അടുക്കളയിലും ചെയ്തു തന്നോളാം എന്ന് പറയുമ്പോൾ, അതൊന്നും വേണ്ട, നീ അടുക്കള പണിക്കല്ലല്ലോ വന്നത്, നീ നിത്യമോളെ നോക്കാനല്ലേ, അത് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല, ഞാൻ നന്നായിട്ട് തന്നെ പാചകം ചെയ്യും എന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും ശരത്തും മുത്തശ്ശിയും അവിടേക്ക് വരികയാണ്. മുത്തശ്ശി ചോദിക്കുകയാണ്, നിനക്ക് മീൻകറിയൊക്കെ വെക്കാൻ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് നന്നായിട്ട് തന്നെ മീൻകറിയൊക്കെ വെക്കാൻ അറിയാം എന്ന് പറയട്ടോ. അപ്പോൾ ശരത്ത് കിട്ടിയ ചാൻസിൽ പറയുകയാണ്, അങ്കമാലി പോർക്ക് അത് സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ആണത് എന്ന് പറയുക. അത് കേട്ടോണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ദേവിക പിറുപിറുത്തോണ്ട് പറയണേ, ചില പോർക്കുകളും സൂപ്പറാണെന്ന് പറയുമ്പോൾ ശരത്ത് കളിയാക്കിയതാണെന്ന് ശരത്തിന് മനസ്സിലാവുകയാണ്. ദേവിക മിലിനെ സുധിയേട്ടനെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. ഇതാണ് എൻ്റെ സുധിയേട്ടൻ എന്ന് പറയുമ്പോൾ, അച്ഛൻ വരുന്ന വഴിക്ക്
ദേവിക എന്നോട് എല്ലാ കഥയും പറഞ്ഞിട്ടുണ്ട് എന്ന് മിലിൻ പറയാണ്. എനിക്കും ഉണ്ടായിരുന്നു, എൻ്റെ മൂത്ത അച്ചായൻ ഇതുപോലെ ആക്സിഡൻ്റ് ആയിട്ടാണ് മരിച്ചത്. എൻ്റെ ഏട്ടൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ ഈ ജോലിക്കൊന്നും വിടില്ലായിരുന്നു എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് മിലിൻ ഒരു കോൾ വരുന്നത്. അങ്ങനെ മിലിൻ പുറത്തേക്ക് ഫോൺ വിളിക്കാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. എന്നിട്ട് പറയാണ് അത് മിലിൻ്റെ അമ്മയായിരിക്കും. അമ്മ നിത്യമോൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം, നിത്യമോളുടെ എല്ലാ അസുഖവും പെട്ടെന്ന് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ കേട്ടോ. നല്ല വീട്ടുകാരാണ് ഈ വീട്ടുകാർ, നല്ല സ്വഭാവമുണ്ട് എന്നൊക്കെ വീട്ടുകാരെ കുറിച്ച് മിലിൻ അമ്മയോട് വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഇത് കേട്ടോണ്ടാണ് ശരത്ത് അവിടേക്ക് വരുന്നത്. അങ്ങനെ ഫോൺ വെച്ച ശേഷം ശരത്ത് മിലിൻ്റെ അടുത്ത് അടുപ്പം കൂടാൻ ശ്രമിക്കുകയാണ്. പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ എന്താ ശരത് സാർ എന്ന് പറയുമ്പോൾ എന്നെ ശരത് സാർ എന്നൊന്നും വിളിക്കേണ്ട മോളൂട്ടി എന്ന് പറയുമ്പോൾ എന്നെ മോളൂട്ടി എന്നൊന്നും വിളിക്കേണ്ട, എൻ്റെ പേര് മോളൂട്ടി എന്നൊന്നുമല്ല എന്ന് പറയട്ടോ. അപ്പോൾ ശരത്ത് പറയണേ എന്നെ എന്നോ അല്ലെങ്കിൽ ഇച്ചായൻ എന്നൊക്കെ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ മിലിന് കാര്യം മനസ്സിലാവാൻ കേട്ടോ. അങ്ങനെ ശരത്ത് പറയണേ അല്ല എന്നാണ് മോളൂട്ടി എനിക്കൊരു മാങ്ങാക്കറി വെച്ച് തരുന്നത് എന്ന് ചോദിക്കുമ്പോൾ മിലിൻ പറയണേ അതെനിക്കൊരു മൂഡ് തോന്നട്ടെ അപ്പോൾ ഉണ്ടാക്കി തരാം. പിന്നെ ശരത് സാർ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ചില മാങ്ങകൾക്കൊക്കെ നല്ല പുളി കൂടുതലായിരിക്കും, അതും കൂടി മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ശരത്തിന് കാര്യം മനസ്സിലാവാണ്, ഇവൾ ആള് ചില്ലറക്കാരിയല്ല എന്നുള്ളത് ശരത്തിന് മനസ്സിലാവുകയാണ്. ദേവിക ഇത് കേട്ടോണ്ട് വരിക കേട്ടോ. എന്നിട്ട് ദേവിക ശരത്തിനോട് ചോദിക്കുകയാണ് എന്താ ശരത്തെ ഈ പാലക്കാരി കൊച്ച് ചൂണ്ട വീണില്ല എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ചൂണ്ട വീണില്ലെങ്കിലും ഞാൻ മറ്റെന്തെങ്കിലും വഴിയിലൂടെ ഞാൻ അവളെ വീഴ്ത്തിയിരിക്കും, അതാണ് ഈ ശരത്ത് എന്ന് പറഞ്ഞ് ദേവികയെ വെല്ലുവിളിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ദേവിക മനസ്സിൽ ചിന്തിക്കുകയാണ് നീ എന്തെറിഞ്ഞിട്ടും കാര്യമില്ല, ഈ കുട്ടിയെ നിന്റെ വലയിൽ വീഴ്ത്താൻ കിട്ടില്ലടാ ശരത്തെ എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ്. പിന്നീട് ദേവിക നിത്യക്ക് കൊടുക്കാനുള്ള മരുന്നെല്ലാം മിലിനെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ മിലിൻ പറയാണ് ചേച്ചി തന്നെ നിത്യക്ക് ഈ മരുന്നുകളൊക്കെ കൊടുത്താൽ മതി, അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ മരുന്നൊക്കെ ശരീരത്തിനോട് പ്രതികരിക്കും, അതായിരിക്കും നിത്യമോൾക്കും ഇഷ്ടമുണ്ടാവുക എന്നൊക്കെ പറയാണ്. പിന്നീട് മിലിൻ്റെ കുടുംബത്തിനെ കുറിച്ച് പറയുകയാണ് എനിക്കൊരു ചാച്ചനുണ്ടായിരുന്നു, ആ ചാച്ചൻ മരിച്ച കാര്യം ചേച്ചിയോട് പറഞ്ഞല്ലോ, പിന്നെ എനിക്കൊരു ചേച്ചിയാണുള്ളത്, അവരുടെ കല്യാണം കഴിഞ്ഞതാണ്, പക്ഷേ ചേച്ചിയുടെ ഭർത്താവ് ഒരു വഷളനാണ്, അതുകൊണ്ട് കൂടി പേടിച്ചിട്ടാണ് ഞാൻ ഈ ജോലിക്ക് ഇറങ്ങിയത് തന്നെ. എനിക്കൊരു നേഴ്സ് ആവാനായിരുന്നു ആഗ്രഹം, പക്ഷേ എന്ത് ചെയ്യാനാണ്, പണത്തിൻ്റെ കുറവ് കൊണ്ട് എനിക്കതിന് സാധിച്ചില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഹോം നേഴ്സ് ആയി എന്ന് പറയുമ്പോൾ അതെല്ലാം സാധിക്കുമെന്ന് ദേവിക പറയട്ടോ. ഇനിയും നിനക്ക് പഠിക്കാനുള്ള അവസരമുണ്ടല്ലോ, അപ്പോൾ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ദേവിക ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ മിലിൻ പറയണ ഇവിടുത്തെ ശരത് സാർ ആള് ശരിയല്ല എന്ന് തോന്നുന്നു, അതെന്താ നിനക്ക് അങ്ങനെ തോന്നാന്ന് എന്ന് ദേവിക ചോദിക്കുമ്പോൾ അയാളുടെ പെരുമാറ്റം കണ്ടപ്പോഴേ തോന്നി, പിന്നെ വരുന്ന വഴിക്ക് അച്ഛൻ ചെറിയ സൂചനകളൊക്കെ തന്നിരുന്നു, എനിക്ക് പേടിയൊന്നുമില്ല ചേച്ചിയുണ്ടല്ലോ ഇവിടെ എന്ന് പറയുമ്പോൾ നിത്യമോൾക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ശരത്ത്, അതുകൊണ്ടാണ് ഇന്ന് ഈ കിടപ്പിൽ നിത്യമോൾ കിടക്കുന്നത്. പിന്നീട് മനോഹരൻ എയർപോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ദേവിക അവിടേക്ക് വരികയാണ്. എവിടേക്കാണ് അച്ഛൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഏതോ ഒരു VIP വരുന്നുണ്ടെന്ന് തോന്നുന്നു, അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോവുകയാണ്, ഇപ്പോൾ ഏജൻസിയിൽ നിന്നും വിളിച്ചതാണെന്ന് പറയട്ടോ. അപ്പോൾ ആ വരുന്ന ആള് മറ്റാരും ആയിരിക്കില്ല, ശരത്തിൻ്റെ അമ്മ തന്നെയായിരിക്കും, പ്രഭാവതി ആയിരിക്കും വരുന്നുണ്ടാവുക. അങ്ങനെ മനോഹരൻ എയർപോർട്ടിലേക്ക് പോവാൻ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ദേവിക പറയണേ ഞാനിന്ന് പൊന്നുമണിയുടെ കല്യാണം ഉറപ്പിക്കുന്നുണ്ട്, അവിടേക്കൊന്ന് പോയിക്കോട്ടെ, അക്ഷര മേഡവും നിരഞ്ജൻ സാറും എന്നെ വിളിച്ചിരുന്നു എന്ന് പറയട്ടോ. അപ്പോൾ മനോഹരൻ അതിനെന്താ മോൾ പോയിക്കോളൂ, എന്നിട്ട് സന്ധ്യ ആവുമ്പോഴത്തേക്കും തിരിച്ചെത്തിയാൽ മതി എന്നൊക്കെ പറയട്ടോ. അപ്പോഴാണ് ഇത് കേട്ടോണ്ട് പാർവതി അവിടേക്ക് വരുന്നത്. എന്നിട്ട് പാർവതി ദേഷ്യപ്പെടുകയാണ്, അവളുടെ നിശ്ചയത്തിന് നീ എന്തിനു പോവണം, അവൾ കാരണമാണ് ഇന്ന് എൻ്റെ മോൾ ഈ കിടക്കയിൽ കിടക്കുന്നത് കണ്ടില്ലേ, അവളുടെ കല്യാണ നിശ്ചയത്തിൻ്റെ അന്ന് അവൾ ഇവിടെ വന്ന് എന്തെല്ലാം പ്രശ്നമാണ് ഉണ്ടാക്കിയത്, എൻ്റെ മോൾ സന്തോഷത്തോടു കൂടി ആ കല്യാണ നിശ്ചയം ആഘോഷിക്കുകയായിരുന്നു, അതങ്ങ് ചടങ്ങ് തന്നെ കുളമാക്കുകയല്ലേ അവൾ ചെയ്തത് എന്നൊക്കെ പറയട്ടെ. അപ്പോൾ ദേവിക പറയണേ എന്താ അമ്മ ഞാൻ എന്നാ വേണ്ടത്, ഞാൻ അവിടേക്ക് പോവണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നീ എന്നോട് അഭിപ്രായമൊന്നും ചോദിക്കേണ്ട, നിനക്ക് ഇഷ്ടം പോലെ ചെയ്യാം എന്ന് പറഞ്ഞ് പാർവതി ദേഷ്യപ്പെട്ടു പോവുകയാണ് കേട്ടോ. അപ്പോൾ മനോഹരൻ പറയണ മോൾ ഇതൊന്നും കാര്യമാക്കണ്ട, അവൾക്ക് നിത്യമോൾ ഇങ്ങനെ കിടക്കുന്നതിൻ്റെ വിഷമം കൊണ്ടാണ് നിന്നോട് എന്താണ് പറയുന്നത് എന്ന് പോലും അവൾ ചിന്തിക്കാതെ ഓരോന്ന് പറയുന്നത്. അല്ല മോളെ, പൊന്നുമണി വേറെ ഒരു കല്യാണം കഴിച്ചു പോയാൽ ശരത്തിൻ്റെ പേരിൽ കൊടുത്ത കേസ് നിലനിൽക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയണം അത് ഞാൻ അക്ഷര മേഡത്തിനോട് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പവുമില്ല, കേസ് അതേപോലെ നടക്കുമെന്നാണ് പറഞ്ഞത്, നിരഞ്ജൻ സാറും അത് തന്നെയാണ് പറഞ്ഞത് എന്ന് പറയട്ടോ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാനാവും അച്ഛാ എന്ന് പറയുമ്പോൾ അത് ശരിയാണ്, ഓരോരുത്തരും ഓരോരുത്തരുടെ നിലനിൽപ്പ് സുരക്ഷിതമാക്കാനല്ലേ നോക്കൂ, അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത്, അപ്പോൾ ഞാനും അത്തരത്തിലാണെന്നാണോ, അല്ല നീ അതൊന്നും ചെയ്യുന്നില്ല, നീ അതൊരു പൊട്ടിയായതുകൊണ്ടാണ്, നീ മാത്രമാണ് നിന്റെ ജീവിതത്തിനെ കുറിച്ച് നീ ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത്, കാര്യത്തിലാണ് അച്ഛന് നിന്നോട് ദേഷ്യമുള്ളത്, ജീവിതം നോക്കാതെ മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടി ഓടി നടക്കുന്ന ഒരു മണ്ടിയാണ് മോളിപ്പോൾ ഈ ചടങ്ങിന് പോയിക്കോ, അവരെ വിളിച്ചിട്ട് പോവാതിരിക്കുന്നത് മോശമല്ലേ എന്ന് പറയട്ടോ. എന്നാൽ നിത്യമോളോടൊന്ന് പറഞ്ഞിട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് മനോഹരൻ നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ദേവിക പൊന്നുമണിയുടെ ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ടുള്ള അവിടേക്കും പോവുകയാണ്. പിന്നീട്
ശരത്ത് ശരവണനുമായി സംസാരിക്കുകയാണ്. അപ്പോൾ ശരവണൻ ചോദിക്കുകയാണ്, അല്ല പൊന്നുമണിയെ കല്യാണം കഴിച്ചു തരാം എന്ന് പറഞ്ഞിട്ടല്ലേ ശരത് സാറിന് ഞാൻ ഇതെല്ലാം ചെയ്തു തന്നത്, എന്നിട്ടിപ്പോൾ പൊന്നുമണിയെ ആ പരുന്ത് കല്യാണം കഴിച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരത്ത് പറയുന്നു, അവരുടെ കല്യാണം ഒരിക്കലും നടക്കില്ല, അതിൻ്റെ മുന്നേ പരുന്തിനെ നമ്മൾ ഇല്ലാതാക്കും. ഞാൻ പറഞ്ഞതുപോലെ നിനക്ക് തന്നെയാണ് പൊന്നുമണിയെ കിട്ടുകയുള്ളൂ. അവളെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. എനിക്കെതിരെ കേസ് കൊടുത്ത് അവൾ വേറൊരു ജീവിതത്തിൽ പോവാനൊന്നും ഞാൻ സമ്മതിക്കില്ല. അവളെ എൻ്റെ കാൽച്ചുവട്ടിലേക്ക് ഞാൻ വരുത്തും. അതിനുള്ള പണിയൊക്കെ ഞാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ പ്രഭാവതിയെയും കൂട്ടി മനോഹരൻ നേരെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ പ്രഭാവതി ആരാണെന്നോ എന്താണെന്നോ എന്നൊന്നും അറിയാതെയാണ് മനോഹരൻ നേരെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ മനോഹരൻ തന്നെ അതിശയിക്കുകയാണ്, എന്താണ് ഇവർ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് എന്നുള്ള ഭാവം മനസ്സിലുണ്ട്. പ്രഭാവതി മനോഹരൻ്റെ വീട്ടിലെത്തിയ ശേഷം പാർവതിയും മുത്തശ്ശിയും ശരത്തൊക്കെ പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് പ്രഭാവതി പറയാണ്, നിങ്ങളുടെ മരുമകൾ ദേവികയാണ് എൻ്റെ മകനെ കൊന്നത്. എൻ്റെ മകനെ അവളാണ് കൊലയാളി, അവളെ വിളിക്ക്, അവളെ ഞാൻ ഇന്ന് കണ്ടിട്ടേണ് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് പ്രഭാവതി അലറിങ്കൊണ്ട് ദേവിക എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ ദേവിക പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് പ്രഭാവതിയെ കാണുമ്പോൾ ദേവിക തന്നെ അന്തം വിടുകയാണ് കേട്ടോ. ഇവരാരാണ്, എനിക്ക് അറിയില്ലല്ലോ, ഞാൻ ഇവരെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ദേവിക നോക്കുന്നത്. അങ്ങനെ പ്രഭാവതി പാർവതിയുടെയും മുത്തശ്ശിയുടെയും മുന്നിൽ വെച്ച് എൻ്റെ മകനെ കൊന്നവളാണ് ഈ ദേവിക എന്നൊക്കെ പറയുമ്പോൾ അവരതൊക്കെ അങ്ങ് വിശ്വസിച്ച് പോവുകയാണ്.